ദൈവത്തിനാവശ്യം തകർന്ന ജീവിതങ്ങളെയാണ്. എന്നാൽ എല്ലാവർക്കും വേണ്ടത് എല്ലാം തികഞ്ഞവരെയാണ്. ലോകം തെരഞ്ഞെടുക്കുന്നത് സൗന്ദര്യവും സമ്പത്തും കുടുംബ മഹിമയും ഉള്ളവരെയാണ്. എന്നാൽ ദൈവം നിന്റെ പൊക്കം നോക്കില്ല. ദൈവം നിന്റെ കഴിവുകൾ നോക്കില്ല. ദൈവത്തിനാവശ്യം മനുഷ്യർ തള്ളിയതിനെയാണ്. തകർന്നടിഞ്ഞ മണ്ണിന് മാത്രമേ വിത്തുകൾ മുളപ്പിക്കുവാൻ സാധ്യമാകൂ. മഴ താഴേക്ക് പെയ്തിറങ്ങുവാൻ മേഘപാളികൾ പൊട്ടിയേ തീരും. പുറന്തോട് പൊട്ടിയ കോതമ്പ് മണിക്ക് മാത്രമേ വിത്ത് മുളപ്പിക്കുവാൻ സാധ്യമാകൂ. തകരുവാൻ തയ്യാറായ ഗോതമ്പിനെ അപ്പമുണ്ടാക്കുവാൻ പറ്റുകയുള്ളൂ. മുറിഞ്ഞ അപ്പത്തിന് മാത്രമേ വിശപ്പടക്കുവാൻ സാധിക്കുകയുള്ളൂ. പൊട്ടിയ സ്വച്ഛ ജഡമാംസ തൈലത്തിന് മാത്രമേ യേശുവിന്റെ സന്നിധിയിൽ സുഗന്ധം വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിലെ ഏറ്റവും തകർന്ന വ്യക്തിയാണ് ദാവീദ്. പുതിയ നിയമത്തിലെ ഏറ്റവും തകർന്ന വ്യക്തിയാണ് പൗലോസ്. എന്നാൽ ദൈവം തന്റെ മഹനീയ കാര്യങ്ങൾ ഏൽപ്പിച്ചത് തകർന്നവരുടെ കരങ്ങളിലാണ്. തകരുവാൻ വിസമ്മതിച്ചവരുടെ വിശ്വാസ കപ്പൽ നടുക്കടലിൽ തകർന്നു പോയിട്ടുണ്ട്. നുണ പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിച്ച ദൈവിക വാഗ്ദത്തത്തിനായി കാത്തിരിക്കുമ്പോൾ മാനുഷിക കുറുക്കുവഴി ഉപയോഗിച്ച അബ്രഹാമിനെ ദൈവം വിശ്വാസികളുടെ പിതാവാക്കി. മുൻകോപത്താൽ എടുത്തു ചാടി സാധുവായ ഒരു യഹൂദനെ കൊന്ന ഒരു പട്ടാളക്കാരനെ വകവരുത്തിയ അവിശ്വാസമുണ്ടായിരുന്ന മോശയെ ഒരു ജനതയുടെ പുറപ്പാടിനായി ദൈവം ഉപയോഗിച്ചു. യോസയുടെ പുത്രന്മാരിൽ ചെറിയവനും ബലം കുറഞ്ഞവനും കഴിവില്ലാത്തവനും തള്ളപ്പെട്ടതുമായ ദാവീദിനെയായിരുന്നു ലോകത്തിലെ ശ്രേഷ്ഠ ജനതയായ ഇസ്രയേലിനെ നയിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്തത്. വേശ്യയായിരുന്ന രാഹാബ്, ജാതീയ വിഗ്രഹങ്ങളെ ആരാധിച്ച രൂത്ത്, എടുത്തുചാട്ടക്കാരനായിരുന്ന പത്രോസ്, ബലം പ്രയോഗിച്ച് ചുങ്കം പിരിച്ചിരുന്ന മത്തായി, സംശയാലുവായിരുന്ന തോമസ്. ദൈവം ഉപയോഗിച്ച തകർന്ന ജീവിതങ്ങളുടെ പട്ടിക നീളുന്നു. നീ തകർന്നവനാണോ, തള്ളപ്പെട്ടവനാണോ, നിന്റെ മേൽ വിശാലമായ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ദൈവം നിന്നെ തകർത്തതല്ല, പണിയുവാൻ ഉടച്ചതാണ്. ഒരിക്കൽ ഒരു സ്വർണപാത്രം ദൈവത്തോട് പറഞ്ഞു, തിളങ്ങുന്ന എന്നെ, വിലയേറിയ എന്നെ നിന്റെ ഉപയോഗത്തിനായി എടുത്തുകൊള്ളൂ. ദൈവം പറഞ്ഞു, നിന്റെ തിളക്കം എനിക്ക് ആവശ്യമില്ല. വെള്ളിപ്പാത്രം പറഞ്ഞു, എനിക്കുമുണ്ട് നല്ല തിളക്കവും സൗന്ദര്യവും. ഇരുമ്പ് പാത്രം തന്റെ ഉടയാത്ത ശക്തിയിൽ പ്രശംസിച്ചു. എന്നാൽ ദൈവം തന്റെ ഉപയോഗത്തിനായി ഒരു ഉടഞ്ഞ മൺപാത്രത്തെ തിരഞ്ഞെടുത്തു. ദൈവം പറഞ്ഞു, സൗന്ദര്യവും തിളക്കവും ബലവുമല്ല എനിക്കാവശ്യം. എനിക്കാവശ്യം എന്റെ ഹിതപ്രകാരം പണിയപ്പെടുവാൻ തകരപ്പെട്ടതിനെയാണ്. തകർന്നതിനെ ദൈവം പണിയും തന്റെ ഹിതപ്രകാരം ഒരു മാനപാത്രമായി. ആകയാൽ ഉടയുമ്പോൾ, തകരുമ്പോൾ, തള്ളപ്പെടുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ ഓർത്തുകൊള്ളുക. ബലവാന്മാർ നോക്കി നിൽക്കെ, ജ്ഞാനികൾ നോക്കി നിൽക്കവേ, സാധുവായ നിന്നെ നിന്റെ കർത്താവായ ദൈവം മാനിച്ചുയർത്തും. അല്പകാലത്തേക്ക് നീ തള്ളപ്പെട്ടവനെങ്കിലും ദൈവ തേജസ്സിന്റെ സാക്ഷ്യം നീ വഹിക്കും. കൃപമേൽ കൃപ പ്രാപിച്ച് കർത്താവിന്റെ അത്ഭുത സാക്ഷ്യം നീ പറയും.